വൈദ്യുത വാഹനങ്ങൾക്ക് PME ഡ്രൈവ് പദ്ധതി പ്രകാരം പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് KSEB പിന്മാറി. പകരം സ്വകാര്യ ചാർജ് പോയിന്റ് ഓപ്പറേറ്റർമാരെ കണ്ടെത്തി പദ്ധതി നടപ്പാക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കേന്ദ്ര സബ്സിഡി വ്യവസ്ഥയിലെ മാറ്റം സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നതിനാലാണ് KSEBയുടെ പിന്മാറ്റം. സംസ്ഥാനത്തെ പദ്ധതിയുടെ നോഡൽ ഏജൻസിയാണ് KSEB. KSEBയുടെ ഉടമസ്ഥതയിലുള്ള 127 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി 153 കോടി രൂപയും BSNL, കെൽട്രോൺ, KSRTC തുടങ്ങിയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി 214 ഇടങ്ങളിലായി 116 കോടി രൂപയും സബ്സിഡി ആവശ്യപ്പെട്ട് KSEB ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിരുന്നു. KSEBയുടെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങൾ 100% സബ്സിഡി ലഭിക്കുന്ന A വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ സർക്കാരിന് കീഴിലെ ഓഫീസുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് മാത്രമേ ഈ പരിഗണന ലഭിക്കൂ എന്നും അതാകെ സ്ഥലത്തിന്റെ 20%-ൽ കൂടരുതെന്നും MHI യോഗത്തിൽ വ്യക്തമാക്കി. KSEB ഓഫീസുകൾ, മുനിസിപ്പൽ പാർക്കിംഗ്, മെട്രോ റെയിൽവേ സ്റ്റേഷനുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങളെല്ലാം ചാർജറിന്റെ വിലയുടെ 70%, അനുബന്ധ വൈദ്യുതീകരണ അടിസ്ഥാന സൗകര്യങ്ങളുടെ 80% വീതം മാത്രം സബ്സിഡി ലഭിക്കുന്ന B കാറ്റഗറിയിലാണ്. പദ്ധതി ചെലവിന്റെ 30 മുതൽ 50% വരെ KSEB വഹിക്കേണ്ടി വരുന്നത് ബാധ്യതയാകുമെന്ന് ബോധ്യമായതോടെയാണ് പദ്ധതി നേരിട്ട് നടപ്പാക്കുന്നതിൽ നിന്നുള്ള പിന്മാറ്റം. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.